ഞാൻ ആർമർ സെറ്റാക്കാൻ വേണ്ടി കുറച്ച് അയൺ മൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ എന്താ കണ്ടുവെച്ചാൽ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞതാ ഇതിലങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കേവിൽ പെട്ടു. പിന്നെ എന്താ ഇതൊക്കെ ലൈറ്റ് ചെയ്തു. അവിടെയൊക്കെ കുറച്ച് അയൺ ഉണ്ടായിരുന്നു, അതൊക്കെ മൈൻ ചെയ്ത് ഇവിടെ ലൈറ്റ് ചെയ്ത് പോയിരുന്നു മൂവ് സ്പോൺ ആവാതിരിക്കാൻ. അങ്ങനെ ഇതിൻ്റെ മേലേക്കാണ് ലൈറ്റ് ചെയ്ത് പോയപ്പോഴാണ് ഇത് നേരെ ഇവിടെ വേറൊരു വലിയ കേവിലേക്ക് വന്നിട്ട്. അപ്പോൾ ഇതെന്താ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ അടിയിലേക്ക് നോക്കിയപ്പോഴാണ് കണ്ട് എന്താ അവിടെ ഒരു മോശങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെന്താണ്, ഇതൊരു ചെറിയ ലഷ് കേവിൻ്റെ ഒരു കേവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറാണ്. അപ്പോൾ നല്ലൊരു ആർമറൊക്കെ സെറ്റായിട്ട് എന്താക്കുക ഇങ്ങോട്ട് ഇറങ്ങി ഇവിടുത്തെ കുറച്ചൊക്കെ എന്തെങ്കിലും ഗ്ലോബറി അതേമാതിരി ഡയമണ്ടൊക്കെ ഉണ്ടൊക്കെ നോക്കണം. എന്തായാലും ഇതൊന്ന് കാണിച്ചിട്ടാന്ന് ഞാൻ വിചാരിച്ചു. അവിടെ അതൊക്കെ നിൽക്കേണ്ടത് സേഫല്ല. സ്കെലട്ടനെ കമ്പ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊക്കെ ഷീൽഡുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് കിട്ടി. ഹലോ ഗായ്സ്, അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബക്ക്റോക്ക് സെർവറിലാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനും കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ഈ ബക്ക്റോക്ക് സെർവറിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബക്ക്റോക്ക് സെർവറിൻ്റെ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബക്ക്റോക്ക് സെർവറിൻ്റെ ഡിസ്കോഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സെർവറിൽ കയറാനുള്ള IP അവിടെ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ IP വെച്ച് നിങ്ങൾക്കും ബക്ക്റോക്ക് സെർവറിൽ കയറി മൈൻക്രാഫ്റ്റ് കളിക്കാവുന്നതാണ്. അപ്പോൾ സമയം ഒട്ടും കളയണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ ബ്രിഡ്ജ് പസിലൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റാർട്ടർ ബേസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് റീസോഴ്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതാകണോ നമ്മൾ പ്ലാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും കൂടി തണുത്തല്ല നമ്മൾ ബേസ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞിടെ പറഞ്ഞാലേ ഇവിടെ ഒരു ചെറിയ ക്യാമ്പ് ഫയർ സെറ്റാക്കാണ്. അപ്പോൾ അതുപോലെ ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്പേസിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ താഴത്ത് നമ്മൾ സ്റ്റോറേജ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു 3 ഹൈറ്റ് ഡബിൾ ചെസ്റ്റിൽ ഈ തല മുതൽ ആ തല വരെ നമുക്ക് എന്താക്കണം ഒരു സ്റ്റോറേജ് സിസ്റ്റം വരണം. അതിൻ്റെ തന്നെ ഒരു നല്ല സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കിയാൽ നമുക്ക് പിന്നെ നമ്മുടെ ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ സുഖാകാരം. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ നമ്മുടെ ബേസ് ഇവിടെ കിട്ടണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലാണ് കിട്ടുന്നത്. വെച്ചാൽ ഈ സീരിയലിലൂടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് മുകളിലാണ് ബേസ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ടാകും. അതുപോലെ ഇവിടെ 1 2 3 ബാക്കി ഇതിൻ്റെ മുകളിലും ഇതേമാതിരി സ്റ്റെപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഇന്നത്തെ ബേസ് കെട്ടാൻ പോകുന്നത്. പിള്ളേർട്ട് ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുക്കും. ഈ സ്റ്റെപ്പിലൂടെ കയറിക്കൊണ്ട് ഇതിൻ്റെ മുകളിൽ പോയിക്കൊണ്ടാണ് നമ്മൾ ബേസ് കെട്ടാൻ നിൽക്കുന്നത്. താഴത്തെ സ്റ്റോറേജ് ഏരിയയും മുകളിൽ ബേസാണ്. എന്തായാലും ഈ സ്റ്റോറേജ് ഏരിയൻ്റെ സൈഡൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. അങ്ങനെ ഒരുപാട് നേരത്തെ ഗ്രൈൻഡിനും ബിൽഡിങ് വർക്ക് ചെയ്ത നമ്മുടെ സ്റ്റോറേജിൻ്റെ പിന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിൻ്റെ റൂഫൊക്കെ എന്താ കാട്ടണമെന്ന് മനസ്സിലായിട്ട് അറിയില്ല എപ്പോഴും. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം അങ്ങനെയാണ്, കുറച്ച് വീതി കൂടിയിരിക്കുന്നത് മേലത്തെ നമ്മുടെ ബേസ് കിട്ടാൻ വേണ്ടി വീതി കൂട്ടിയാണ്. മേലെ കയറിയതാ, ഇതാണ് നമ്മുടെ ബേസിൻ്റെ ഒരു പ്ലാന്. വേറൊരു ചെറിയൊരു ബേസ് കെട്ടാനാണ് നിൽക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ എന്താക്കാം ഒരു ഔട്ട്ഡോർ സെറ്റപ്പ് എന്തെങ്കിലും അവിടെ ചെയ്തൊരു ക്യാമ്പ് ഫയർ പോലെ എന്തെങ്കിലും ചെറിയൊരു സെറ്റപ്പ് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പ് റെഡിയാക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ
കുറച്ച് തന്നെ ഇറങ്ങി കാണിച്ചാൽ ഈ സ്റ്റെയറിൻ്റെ അടിയിലും കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ ഫാമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കാം. ഒരു ചെറിയ ഗാർഡനിങ്ങോ ഫാമോ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ സ്റ്റാർട്ടർ ബേസിനുള്ള വാള് എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്രിഡ്ജ് ലോക്ക് ഉണ്ടല്ലോ, ഈ ബ്രിഡ്ജ് ലോക്ക് എടുത്തുകൊണ്ട് അത് വെച്ച് ഇതാക്കുന്ന സ്ട്രിപ്പ് ചെയ്ത് കണ്ട് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് മേലേക്ക് തിരി കാണിച്ചു തരാം. ഇത് ഓരോന്നോരോന്ന് ആദ്യം കൂടെ പ്ലേസ് ചെയ്തിട്ട് അതേമാതിരി ഇവിടെ 1 2 ഇതൊന്ന് സ്ട്രിപ്പ് ചെയ്ത് കാണിച്ചു തരാം. മാക്സ് എടുത്ത് ഇതിങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് കണ്ട ഇപ്പോൾ ഒരു ചെറിയൊരു വൈറ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അപ്പുറത്തൊരു ഡാർക്കും വൈറ്റും കണ്ടാൽ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. അങ്ങനെ ഇരിക്കും. ഇത് എല്ലായിടത്തും ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും തോന്നുന്നുണ്ട്, കുഴപ്പമുണ്ടാവില്ല തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതുപോലെ എല്ലായിടത്തും ചെയ്തിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. അപ്പം നമ്മളങ്ങനെ ചെയ്തു. പിന്നെ ചെറിയൊരു പ്രോബ്ലം, ഇത് വൈറ്റ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. പിന്നെ നമ്മൾ എന്താക്കുക, ഈ ഫ്രിഡ്ജ് മാറ്റി ഓക്കാക്കാൻ പറ്റുമോ? അപ്പോൾ ഓക്കാക്കുമ്പോൾ കുറച്ചും കൂടി ഇതുണ്ട്. പക്ഷേ ഡാർക്ക് കളർ കുറച്ച് കിട്ടുന്നുണ്ട്, നല്ല ചേരുന്നുണ്ട് വൈറ്റിനെയും കാട്ടി. മറ്റേ നല്ല വൈറ്റാണ്. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് നമുക്ക് ഇവിടെ എല്ലായിടത്തും ഓക്കിലൊക്കെ വെച്ചുകൊണ്ട് സ്ട്രിപ്പ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഡേർട്ട് വെച്ച് ഇതിന് ചുറ്റും നമ്മുടെ സ്പ്രൂസിൻ്റെ ഈ ട്രാപ്പ് ഡോറും കൂടി ഇത് ചുറ്റും വെക്കാം. ഇവിടെ 1 2 സൈഡിൽ ഇവിടെ 3 ഇമാതിരി അപ്പുറത്ത് 4ാമത്തെ നമുക്ക് കൊടുക്കാം. ഇനി എന്തൊക്കെ ഒരു ഈ ഡേർട്ട് പൊട്ടിച്ച് ഒരു ക്യാമ്പ് ഫയറും കൂടി വെച്ചാൽ ഇതൊക്കെ ഒന്ന് കൂട്ടട്ടെ. ഇതൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഏതൊരു ക്യാമ്പ് ഫയർ വെച്ച് അങ്ങനെ നമ്മുടെ വീടിൻ്റെ ചിമ്മിണി റെഡി. സോ അങ്ങനെ നമ്മുടെ വീടിൻ്റെ വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് താഴത്തെത്തിക്കേണ്ടത് കാണിച്ചു തരാം. അതൊക്കെ പൊട്ടിച്ച് മാറ്റിട്ടെ. സോ നമ്മുടെ വീടിൻ്റെ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ വീടിന് മാത്രമായിട്ടുള്ളൂ, ഇതിന് ചുറ്റും ഡിസൈനൊക്കെ ചെയ്യാണ്ട് ഡെക്കറേഷനൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട് സെറ്റ് ആകുന്നുണ്ട്. പിന്നെ കുറച്ച് സാൻഡ് സ്മെൽറ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് ഇതൊക്കെ ഗ്ലാസ് പെയിൻ ആക്കി കണ്ട് ഓരോ വിൻഡോസിലും വെക്കാം. അപ്പോൾ ഇതിനെ ഗ്ലാസ് പെയിൻ ആക്കണം. ഇത് ഓരോ വിൻഡോസിലും വെച്ചാൽ നമ്മുടെ വിൻഡോ റെഡി. പിന്നെ വാതിൽ മാത്രം വെക്കാണ്ടാവും. അതിവിടെ 1 ഇവിടെ 2 ഇവിടെ ഈ സ്പ്രൂസിൻ്റെ ലോകത്ത് കണ്ട് ഇവിടെ നേരെ വെച്ചാൽ ഒരു ഡിസൈനാവല്ലോ. അപ്പോൾ തന്നെ സ്പ്രൂസിൻ്റെ ലോകത്ത് നേരെ കണ്ട് വെക്കാം. ഈ സൺറൂഫ് ഓക്കെ ചെയ്ത് തന്നെ ഇവിടെ നിന്നിട്ട് നേരെ വെച്ചാൽ ചെറിയ ഡിസൈനും കൂടി ആവും. അങ്ങനെ ഈ സൈഡ് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലും കുറച്ച് ഗ്ലാസ് വെക്കാണ്ട് ഇവിടെ 1 അടുത്ത ഗ്ലാസ് വിൻഡോ കൂടെയും ഇവിടെ 1. അതേമാതിരി ഈ സൈഡിലും ഇവിടെ ഒരു ഗ്ലാസ് വെച്ച് ഇതാക്കാം. ആ സ്പ്രൂസിൻ്റെ ഡിസൈനർ വരണം. ഇവിടെ ആദ്യം സ്പ്രൂസിൻ്റെ ഡിസൈൻ നമുക്ക് വെക്കാം. ഇങ്ങോട്ട് ഗ്ലാസ് വെക്കാം. ഇനിയിപ്പോൾ താഴത്തും കൂടെ ഒരു ഗ്ലാസ് വെക്കുള്ളൂ. അപ്പോൾ ഈ സൈഡും കംപ്ലീറ്റ് ആയി. പില്ലർ പൊട്ടിച്ച് നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലും കൂടി ഗ്ലാസ് വെക്കാം. അതുപോലെ ഇവിടെ ഒരു ഗ്ലാസ് ഇവിടെ 1 ഈ സൈഡിൽ 1. അങ്ങനെ നമ്മുടെ വീടിൻ്റെ വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അതേപോലെ ഇൻറ്റീരിയറും കുറച്ച് ചെയ്യാണ്ട്. എന്തായാലും വീടിൻ്റെ ഉള്ളിൽ കാണിക്കാം. ഇവിടെ ഡോറ് വെക്കണം. വീടിൻ്റെ ഉള്ളത് അങ്ങനെയാണ്. ഈ സൈഡ് നമുക്ക് ഗ്രാഫിൻ ടേബിൾ വെച്ചുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു സ്മെൽറ്ററൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാം, ഫർണസ് വെച്ചുകൊണ്ട്. പിന്നെ അത് മേലെ ഇവിടെ നമ്മുടെ ബെഡ് ഇരുന്നത്. ഇവിടെ കൂടി ഗ്ലാസ്സൊക്കെ ഇവിടെ 1 ഇവിടെ 1
അതാണ് നമ്മൾ ബെഡ് ഇടേണ്ടത്. ഈ ബെഡ് പൊട്ടിക്കാം. ഈ ബെഡ് പൊട്ടിച്ച് കയ്യിലെടുത്ത് എന്താക്കാം, നമുക്ക് റെഡ് ബെഡാക്കാം. അപ്പോൾ അതിൽ ഈ റോസ് ബുഷ് കയ്യിലെടുത്ത് ഇത് ഡൈ ആക്കണം. അപ്പോൾ ആദ്യം ഡൈ ആക്കാം. അപ്പോൾ 2 ഡൈ കിട്ടും. എന്നിട്ട് ആ ഡൈ വെച്ച് നമുക്ക് റെഡ് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി ഈ ബെഡ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ ബെഡും റെഡി. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് എന്താക്കാം, അടുത്ത വീഡിയോ വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ ലഷ് കേവിൻ്റെ സംഭവം കണ്ടല്ലോ, ചെറിയ കേവ്. അപ്പോൾ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ലഷ് കേവൊക്കെ വരില്ല, അതിൻ്റെ ചുറ്റും എക്സ്പ്ലോർ ചെയ്തപ്പോൾ കുറച്ച് അയൺ കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. സ്മെൽറ്റ് ചെയ്തുകൊണ്ട് കിട്ടിക്കൊണ്ട് ഈ പെട്ടിയിൽ തോന്നുന്നുണ്ട്. ഈ പെട്ടിയിൽ 32 അയണുണ്ട്. ഇത് അവിടെ നിന്ന് കിട്ടിയാണ്. അപ്പോൾ നമ്മുടെ മൊത്തം 39 അയണുണ്ട്. ഇനി ആർമർ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഒരു ഹെൽമെറ്റ്, പിന്നെ ഒരു ചെസ്റ്റ്, പിന്നെ ലെഗിൻസ്, പിന്നെ ഒരു ബൂട്ട്. ഇനി ഹെൽമെറ്റ് ആദ്യം നമുക്ക് എക്വിപ്പ് ചെയ്യാം. ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ നമ്മുടെ ലെഗിൻസ്, പിന്നെ അത് ബൂട്ട്. പിന്നെ ആണെങ്കിൽ നമുക്കൊരു വാളും കൂടി ഉണ്ടാക്കാം, ഒരു അയൺ സോഡും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിനാദ്യം സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ അയൺ സോഡും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താക്കാം, നമുക്ക് നമ്മുടെ ആ ലഷ് കേവൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ നിന്ന് നല്ല നല്ല ലൂട്ട് കിട്ടും നോക്കാം, ഡയമണ്ടും ഇതൊക്കെ കിട്ടാൻ നോക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്റ്റാർട്ടർ പീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഫുൾ അയൺ സെറ്റുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഒന്ന് ലഷ് കേവൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അവിടെ കുറേ സാധനം കിട്ടും, ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടണം. പിന്നെ ഡയമണ്ടും കിട്ടും നോക്കാം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവരെല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഇനി നമുക്ക് ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ടാറ്റ, ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.